ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രേസി മല്ലു. ഇന്നലെ വൈകുന്നേരത്തോടു കൂടെ ഒരു ന്യൂസ് വരികയാണ്. പബ്ജി ഉൾപ്പെടെ 118 ചൈനീസ് ആപ്പുകൾ നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ന്യൂസ് വന്നത്. അപ്പൊ ആ ഒരു ന്യൂസ് കേട്ടപ്പോ തൊട്ട്, അത് വന്നപ്പോ തൊട്ട് എല്ലാവർക്കും പബ്ജി യൂസേഴ്സ് ആണ് ശരി, പബ്ജി അഡിക്റ്റ് ആണെങ്കിൽ ശരി, പബ്ജി ജസ്റ്റ് ഒന്ന് കളിക്കുന്നവരാണെങ്കിൽ ശരി, എല്ലാവരും ഷോക്കായി. കാരണം പബ്ജി നിരോധിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോ അത് പബ്ജി നിരോധിച്ചത് കൊണ്ട് മാത്രം ഇന്ത്യ സുരക്ഷിതമായിരിക്കുമോ? അങ്ങനെയുള്ള കുറച്ച് സത്യാവസ്ഥകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൻ ഓൺ എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ അറിഞ്ഞ ഓരോ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ വിളിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പബ്ജി എന്ന് പറയുന്ന ഒരു സാധാരണ ഒരു ഗെയിം പ്ലേ അല്ലെങ്കിൽ ഒരു ഗെയിം നിരോധിച്ചുകൊണ്ട് മാത്രം ഇന്ത്യ സുരക്ഷിതമായിട്ട് ഇരിക്കാൻ പറ്റുമോ? അപ്പോ എന്തുകൊണ്ടാണ് ഈ ഒരു പബ്ജി ഉൾപ്പെടെ ഈ 118 ചൈനീസ് ആപ്പുകൾ നിരോധിച്ചത് എന്നതിനെ കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. അതായത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ചൈന ഇന്ത്യ വാറിൽ കുറച്ച് പേര്, അതായത് 20 ജവാന്മാര് മരിച്ചിരുന്നു. അപ്പോ അതേ തുടർന്ന് തന്നെ കുറച്ച് സുരക്ഷാ അംഗീകാരം ഉള്ളത് കൊണ്ട് സുരക്ഷാ സംവിധാനങ്ങൾ എടുക്കുന്നതിന് മുന്നോടിയായിട്ട് ടിക്ടോക്ക് ഉൾപ്പെടെ കുറെ ചൈനീസ് ആപ്പുകൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് നിരോധിച്ചത്. അപ്പൊ ഈ പറയുന്ന ആ ഒരു സമയത്ത് തന്നെ ചൈനീസ് ഗെയിമായി പബ്ജി, സത്യം പറഞ്ഞാൽ പബ്ജി എന്ന് പറയുന്നത് ചൈനീസ് ഗെയിം അല്ല, അതൊരു സൗത്ത് കൊറിയൻ ഗെയിമാണ്. പബ്ജിയിൽ ജസ്റ്റ് ടെൻസെന്റ്, അതായത് പബ്ജി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ടെൻസെന്റ് എന്ന് പറയുന്ന ഒരു കമ്പനി, അത് നമുക്ക് കാണാൻ പറ്റും. ടെൻസെന്റ് എന്ന് എഴുതി വരും. ആ ഒരു കമ്പനി ഉള്ളത്, ആ ഒരു കമ്പനിയാണ് ഈ ഒരു പറയുന്ന ചൈനയിലുള്ള കമ്പനിയാണ് അത്. അത് ജസ്റ്റ് പബ്ജിന്റെ ഒരു 10% ഷെയർ മാത്രമേ ഉള്ളൂ ആ ഒരു കമ്പനിക്ക്, ഈ പബ്ജിന്റെ മേലെ. അപ്പോൾ അതന്നെ, അപ്പോൾ ആ ഒരു സുരക്ഷ മുന്നോടിയായിട്ടാണ് ഈ ഒരു ടിക്ടോക്കും കാര്യങ്ങളൊക്കെ നിരോധിച്ചത്. ആ ഒരു ലിസ്റ്റിൽ തന്നെ പബ്ജിയും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ പബ്ജി നിരോധിച്ച് പോകുന്നു എന്ന് പറയുന്ന കുറെ ന്യൂസ് വന്നു. അത് പക്ഷെ അതൊന്നും പോയില്ല, നോർമലായിട്ട് അതും മറന്നുപോയി എല്ലാവരും. അപ്പൊ പിന്നെയും റീസെന്റ് ആയിട്ട് 2 ദിവസമായിട്ട് ഇപ്പോ നമ്മുടെ അതിർത്തിയിൽ വളരെയധികം പ്രശ്നങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറെ ന്യൂസിൽ അതങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ചൈന അവരുടെ LAC, അതായത് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു ബോർഡർ ലൈൻ ഉണ്ടാവുമല്ലോ, അത് കടന്ന് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 60 ഫീറ്റ് വരെ ഇന്ത്യയെ കയ്യേറി കഴിഞ്ഞു ഇപ്പൊ തന്നെ ചൈന. അപ്പോൾ അതേ മുന്നോടിയായിട്ട് തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഏത് സമയം എന്ത് വേണേലും സംഭവിക്കും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ബോർഡറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്നത്, പാകിസ്ഥാനും ഇന്ത്യ ബോർഡറിൽ വന്നിട്ട് ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ലൈൻ തന്നെയുണ്ട്. അത് സ്ഥിരീകരിച്ച ഒരു ലൈൻ ഉണ്ട്. അതിന്റെ ഇപ്പുറത്ത് പാകിസ്ഥാനും ഇപ്പുറത്തെ ഇന്ത്യയും ആ ഒരു ബേസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോ ചൈന എന്ന് പറയുന്നത് ആ ഒരു കറക്റ്റ് ലൈൻ ഓഫ് കൺട്രോൾ വന്നിട്ടില്ല, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് ഒരു സ്ഥിരീകരിച്ച ലൈൻ അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പൊ ചൈനയാണ് ഇങ്ങോട്ടേക്ക് മുന്നേറി വന്ന് അങ്ങനെ 60 ഫീറ്റോളം സ്ഥലം ഇപ്പൊ തന്നെ ചൈന കയ്യേറി കഴിഞ്ഞു. അപ്പോ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മളായിട്ട് വാറും അല്ലെ നമ്മളായിട്ട് പ്രശ്നത്തിനൊന്നും പോവല്ല, ജസ്റ്റ് ചൈനയായിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് പ്രശ്നമായിട്ട് വരികയാണ്. അതായത് ഞങ്ങളുടെ സ്ഥലമാണ്, അതായത് ഞങ്ങളുടെ സ്ഥലം ഇന്ത്യ കയ്യേറി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ സ്ഥലം ഞങ്ങൾക്ക് എന്തായാലും വേണം പറഞ്ഞുള്ളൊരു മെന്റാലിറ്റിയിലാണ് ചൈനക്കാർ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതേ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഇപ്പോഴും ബോർഡറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വലിയ വലിയ മിനിസ്റ്ററും കാര്യങ്ങളൊക്കെ ആയിട്ട് സംസാരം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് എന്താ പരിഹാരം എടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു. അതായത് നമ്മുടെ സൈഡിൽ നിന്ന് ഒരു അറ്റാക്കിനായിട്ടോ നമ്മൾ തയ്യാറല്ല. പക്ഷെ ചൈന ഇപ്പോ ഇങ്ങോട്ടേക്ക് തല്ല് എരന്ന് വാങ്ങുന്ന പോലെയാണ് ചൈനന്റെ ഓരോ പ്രവർത്തനങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ തുടർന്നുള്ള സുരക്ഷാ സംവിധാനങ്ങളുടെ പുറമെയാണ് ഈ പറയുന്ന 118 ചൈനീസ് ആപ്പുകൾ നിരോധിച്ചിരിക്കുന്നത്. എന്നാൽ ഈ പബ്ജി എന്തിനാ നിരോധിച്ചത്? പബ്ജി ഒരു സൗത്ത് കൊറിയൻ ആപ്പ് ആണല്ലോ, അതായത് ഒരു ഗെയിം പ്ലേ ആപ്പ് ആണല്ലോ. അപ്പോൾ പബ്ജി എന്തിനാ നിരോധിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെൻസെന്റ് എന്ന് പറയുന്ന ആ ഒരു കമ്പനി, ഗെയിം കമ്പനി വന്നിട്ട് ചൈനയിലാണ്. അതായത് അവർക്ക് വന്നിട്ട് ജസ്റ്റ് ഒരു 10% ഷെയർ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും 1% ഷെയർ ഇരുന്നാലും ശരി, ഒരു കുറച്ച് ശതമാനം ഇരുന്നാലും ശരി, എത്ര ഷെയർ ചെയ്യുന്നു എന്നുള്ള സംഭവം പബ്ജി ഓരോ യൂസേഴ്സും, അതായത് പബ്ജിയിലേക്ക് കടന്നു വരുന്ന ഓരോ യൂസേഴ്സിന്റെ ഡാറ്റാബേസ്, അതായത് അവരുടെ എല്ലാ വിവരവും അവരുടെ സെർവറിലേക്ക് പോകും. അതായത് ഈ പറയുന്ന ടെൻസെന്റ് ഗ്രൂപ്പുകാർക്കും പോകും.
അപ്പോ ഈ ഒരു ഗവൺമെന്റ്, അതായത് ഇപ്പോ ചൈനീസ് ഗവൺമെന്റ് അവരുടെ അടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ടെൻസൻ ഗ്രൂപ്പിന്റെ അടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഇന്ത്യയിൽ കളിക്കുന്ന എല്ലാവരുടെയും ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അവരുടെ എല്ലാം ഡാറ്റാബേസ് നമുക്ക് വേണം എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും നോ, ഞങ്ങൾക്ക് തരാൻ പറ്റില്ല എന്നുള്ളവർ പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയാണ്. അപ്പോൾ അത് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇതേപോലെ തന്നെയായിരുന്നു ടിക്ടോക്കും ബാൻ ചെയ്യാനുള്ള കാരണം ഇത് തന്നെ. അതായത് ഇന്ത്യയിലെ യൂസേഴ്സിന്റെ എല്ലാം ബയോ, അതായത് അവരുടെ എല്ലാം ഡാറ്റാബേസ് നമുക്ക് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അത് അവർക്ക് കൊടുക്കേണ്ടി വരും. അത് ഒറ്റൊരു കാരണം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന രണ്ട് മെയിൻ, അതായത് പബ്ജിയും അതേപോലെ തന്നെ ടിക്ടോക്കും, ഇത്രയും വലിയ രണ്ട് പ്ലാറ്റ്ഫോമും ഇപ്പൊ ഇന്ത്യയിൽ നിരോധിക്കാനുള്ള കാരണം. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നിരോധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈസിലി നമ്മുടെ ഓരോ നീക്കങ്ങൾക്കും അവർക്ക് സിമ്പിളായി ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വരെ നമുക്ക് ആ ഒരു ഡാറ്റാബേസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ് IT മന്ത്രാലയം പറയുന്നത്. അതായത് ഈ വാർ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഫിസിക്കലായിട്ടുള്ള സംഭവം മാത്രമൊന്നുമല്ല. അതിപ്പോ നമുക്ക് വേണമെങ്കിൽ ബയോവർ, അതായത് ഏതെങ്കിലും ഒരു വൈറസോ കാര്യങ്ങളായിട്ട് നമുക്ക് ഒരു സ്ഥലത്തേക്ക്, ഇപ്പോൾ എക്സാമ്പിൾ പറയണമെന്ന് വെച്ചാൽ 7ാം വരവ് സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അതിൽ എങ്ങനെയാണ് ഒരു ബയോവാർ എന്ന് പറയുന്ന സംഭവം നടത്തുന്നതെന്ന്. കാരണം ചൈനയിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്ന ഒരു വൈറസിനെ കൊണ്ടുവരുന്നു, അത് ഇന്ത്യയിലേക്ക് ആക്കുന്നു. എന്നിട്ട് ചൈന അതിൽ ഏറ്റവും മെയിൻ ആയിട്ട് പറയുന്ന വന്നിട്ട് ചൈന പറയുന്ന കണ്ടീഷൻ അംഗീകരിച്ചാൽ മാത്രമേ വൈറസിനുള്ള പ്രതികൂലമായ മരുന്ന് കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ചൈനയിൽ നിന്ന് പറഞ്ഞയച്ച് ഇവിടെ സംഭവം ആ ഒരു സിനിമയിലേക്ക് ചിത്രീകരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ സൈബർ വാർ പറയുന്ന ഒരു സംഭവമുണ്ട്. സൈബർ വാർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് അതിന്റെ എക്സാമ്പിൾ പറയണമെന്ന് വെച്ചാൽ ഇരുമ്പുത്തിര സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും സൈബർ വാർ എങ്ങനെ ആയിരിക്കുമെന്ന്. കാരണം ഓരോ ഇൻഫർമേഷനും ശേഖരിച്ച് വെച്ച് അത് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ മൂവ്മെന്റ് ചെയ്ത് അതിലൂടെ മാറ്റണം. ഇപ്പോൾ ആധാറിന്റെ കോപ്പി വെച്ച് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ നമ്മളെല്ലാമായിട്ട് ആധാർ ലിങ്ക്ഡ് ആണ്. അതായത് മൊബൈൽ ഫോൺ, അതായത് ഒരു സിം ആയിട്ട് നമുക്ക് ആധാർ ലിങ്ക്ഡ് ആണ്, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആയിട്ട് ആധാർ ലിങ്ക്ഡ് ആണ്. അപ്പൊ ഇന്നതെന്നില്ല, എല്ലാമായിട്ട് നമ്മൾ ആധാർ ലിങ്ക്ഡ് ആണ്. അപ്പോൾ ആധാർ ഡാറ്റാബേസ് കിട്ടിയാൽ മാത്രം തന്നെ ഒരു ഹാക്കറിന് ആധാർ ഡാറ്റാബേസ് ധാരാളമാണ് ഒരാളിനെ ഹാക്ക് ചെയ്യാൻ. അപ്പോൾ അങ്ങനെയുള്ള വാറും വരും. ഇരുമ്പുത്തിരയിൽ അതാണ് എക്സാമ്പിൾ പറയണത് ഞാൻ പറഞ്ഞത്. അതായത് ഇരുമ്പുത്തിരയിൽ ഫുള്ളായിട്ട് ഈ സൈബർ വാറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ മറ്റേ ആക്ടർ പറയുന്നുണ്ട് എനിക്ക് എല്ലാ ആധാറിന്റെ ഡാറ്റാബേസ് വേണം, ഇൻഫർമേഷൻ ഈസ് മൈ വെൽത്ത് എന്ന് പറഞ്ഞിട്ടാണ് അതിലെ മെയിൻ ഡയലോഗായിട്ട് വരുന്നത്. അപ്പൊ അതേപോലത്തെ ഒരു വാർ വരരുത് എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന 118 ചൈനീസ് ആപ്പുകൾ ഇത് നിരോധിച്ചിരിക്കുന്നത്. അപ്പൊ അതില് പബ്ജി ഉൾപ്പെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒരു 10 സെന്റ് ആ ഒരു ഗെയിം, ആ ഒരു കമ്പനിക്ക് ജസ്റ്റ് ഒരു 10 ഷെയർ, അത് 10% ഷെയർ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോ നിങ്ങൾ വിചാരിക്കും ഈ ഒരു പബ്ജി മാത്രമാണോ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചോർത്തിയെടുക്കുന്നതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഗൂഗിള്, ഫേസ്ബുക്ക്, വാട്സപ്പ് എല്ലാം ഇപ്പോ നമ്മുടെ ഇൻഫർമേഷൻ എല്ലാം ചോർത്തിയെടുക്കുന്നുണ്ട്. ഇപ്പോ ഫേസ്ബുക്കൊക്കെ, ഗൂഗിൾ തന്നെ നമുക്ക് എടുത്ത് പറയാം. ഗൂഗിളിൽ ഇപ്പോ നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയൊരു 10 MB അല്ലെങ്കിൽ 2 MB ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താലും കൂടെ ജസ്റ്റ് അവര് ഫസ്റ്റ് തന്നെ ചോദിക്കുന്നത് ലൊക്കേഷൻ ഓൺ ചെയ്യണം, മീഡിയ, അതായത് ഫോട്ടോസ്, ഫയൽസ് എല്ലാം മീഡിയ ഉള്ള ഒരു സംഭവം അലോ ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ. അപ്പൊ അവര് ശരിക്കും എന്താണ് നമ്മുടെ എല്ലാ ഡാറ്റയും ചോർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ മീഡിയ, ഫോട്ടോസ്, ഫയല് പറയുന്ന ഒരു സംഭവം വരുമ്പോൾ നമ്മൾ അലോ കൊടുക്കും. ആ അലോ കൊടുക്കുന്നതോടെ നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസ്, സിനിമാസ്, പാട്ട്, എല്ലാ കാര്യങ്ങളും അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ആ ഒരു സർവറിൽ നിന്ന് അവർക്ക് സിമ്പിൾ ആക്സസ് ചെയ്ത് എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇപ്പോ ഗൂഗിൾ ഇപ്പോ നമ്മൾ എവിടെയെങ്കിലും പോയി, ഇപ്പൊ GPS ഓണാക്കി നമ്മൾ എവിടെയെങ്കിലും പോയി ഒരാളെ മീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വരും, നിങ്ങൾക്ക് അതായത് യു നോ ദിസ് പേഴ്സൺ എന്ന് പറഞ്ഞ ഒരു നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ നമ്മൾ ആഡ് ഫ്രണ്ട് കൊടുക്കും. അതേപോലെ തന്നെ അതായത് എല്ലാം ലിങ്ക്ഡ് ആണ്. അതായത് ഇപ്പൊ നമ്മൾ ഒരവിടെ പോയി അതിപ്പോ നമ്മൾ തന്നെ എടുത്ത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഇടണമെന്നില്ല. അത് എല്ലാം നമ്മൾ 24 hours മോണിറ്ററിംഗിലാണ് ഈ ഒരു ഗൂഗിൾ എന്ന് പറയുന്ന സംഭവത്തിലൂടെ. അപ്പോൾ ഗൂഗിളും ഫേസ്ബുക്കൊക്കെ എന്തുകൊണ്ട് നിരോധിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പോ നമ്മുടെ കറന്റ് സിറ്റുവേഷനിൽ ചൈനയിലെല്ലാം ആ ആപ്പുകളും ഉള്ളത്. അതായത് നമ്മളിപ്പോ കറന്റ് സിറ്റുവേഷനിൽ ചൈനയുമായിട്ട് പ്രശ്നം നേരുന്നത്. അപ്പൊ ചൈന ആപ്ലിക്കേഷൻസ് മാത്രമാണ് ഇപ്പൊ നമ്മൾ നിരോധിക്കണം ആയിട്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പോ ഈ പബ്ജി മാത്രം നിരോധിച്ചു കഴിഞ്ഞാൽ, അതായത് ചൈനയിലത്തെ പബ്ജി മാത്രമാണോ ചൈനയിലുള്ളത്? അപ്പോ ഷോമി, ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ ഫോൺസ്, അതായത് റെഡ്മി തന്നെയാണ് ഷോമി, അങ്ങനെ കുറെ ഫോൺസും
ചൈനയിലാണ് നിർമ്മിക്കുന്നത്. ചൈനീത്തെ പ്രൊഡക്റ്റ് ഇറക്കുന്നുണ്ട്. ഇപ്പോ ചെയർ, ഫാന് എല്ലാം മെയ്ഡ് ഇൻ ചൈന. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം എടുത്ത്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം എടുത്തു കഴിഞ്ഞാൽ മെയ്ഡ് ഇൻ ചൈന, മെയ്ഡ് ഇൻ ചൈന പറഞ്ഞിട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ ഫോൺസിന്റെ കാര്യം എടുത്ത് പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ റെഡ്മി എന്ന് പറയുന്നത് അതിന്റെ ബോഡി ഒരവിടെ രൂപീകരിക്കുന്നത്, അതിന്റെ സ്നാപ് ഡ്രാഗൺ ഒരവിടെ രൂപീകരിക്കുന്നത്, അതിന്റെ ബാറ്ററി ഒരവിടെ രൂപീകരിക്കുന്നത്. അപ്പൊ എല്ലാം തനി പാർട്സ് ആയിട്ടാണ് എല്ലാവരുടെയും എല്ലാം രൂപീകരിച്ച് വന്നിട്ട് അത് സെറ്റ് ചെയ്യുന്നത്. അത് മാത്രമേ ഉള്ളൂ ഈ ഫോൺസിന്റെ കാര്യം പറയണമെന്ന് വെച്ചാൽ. പിന്നെ ഈ ചെയർ മറ്റേതൊക്കെ എല്ലാം മെയ്ഡ് എന്ന് പറയുന്നതൊക്കെ ജസ്റ്റ് ഒരു തിങ്സ് ആണ്. അത് വെച്ചിട്ടൊന്നും നമ്മൾ ഒരിക്കലും പെട്ടെന്നൊന്ന് ഹാക്ക് ചെയ്യും. ഇപ്പൊ ചെയറൊക്കെ വെച്ചിട്ട് നമ്മൾ ഹാക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ അതൊക്കെ കൊണ്ടാണ് അതൊന്നും നിരോധിക്കാതെ ഇപ്പൊ ഈ ചൈനീത്തെ ഈ ഒരു സൈബറിലുള്ള കാര്യങ്ങളൊക്കെ നിരോധിക്കുന്നത്. പിന്നെ ഞാൻ റീസെന്റ് ആയിട്ട് ഒരു ന്യൂസ് കേട്ടു, ഈ ചൈനയിൽ നിന്ന് വരുന്ന കളിപ്പാട്ടങ്ങൾ, അതായത് ചൈനീസ് ആണല്ലോ മിക്കവാറും ഏത് കളിപ്പാട്ടം എടുത്താലും മെയ്ഡ് ഇൻ ചൈന എന്നായിരിക്കും. അപ്പോൾ ആ ഒരു മെയ്ഡ് ഇൻ ചൈന പറയണ ഒരു സംഭവം, ചൈനയിൽ നിന്ന് വരുന്ന കളിപ്പാട്ടങ്ങളെല്ലാം ഇറക്കുമതി, അതായത് ഇമ്പോർട്ട് ചെയ്യാനുള്ള പെർമിഷൻ ക്യാൻസൽ ചെയ്യാൻ പോവാണെന്ന് ഞാൻ റീസെന്റ് ആയിട്ട് അങ്ങനെ ഒരു ന്യൂസ് കേട്ടു. അപ്പോൾ ഘട്ടം ഘട്ടങ്ങളായിട്ട് ഇന്ത്യ പൂർണ്ണമായിട്ടും സ്വദേശവൽക്കരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ചൈനയുമായിട്ട് മാത്രം അത് വേർപെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും രീതിയിലുള്ളൊരു പ്രശ്നങ്ങൾ നേരിടാൻ പോകുന്നതാണ് ഇതിന്റെ സൂചനയായിട്ട് നമുക്ക് കിട്ടുന്നത്. കാരണം ചൈനയായിട്ട് നമ്മളെ ചൊറിയാൻ വരികയാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും അംഗീകരിക്കില്ല. ഇത്രയും ദിവസങ്ങളൊക്കെ നമ്മൾ മിണ്ടാതിരുന്നു പോയി. ഈ 2 ദിവസം മുമ്പാണ് ഇപ്പോ ഇത്രയും കൂടെ രൂക്ഷമായി പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് അവരുടെ സ്ഥലമാണ് എന്ന് പറഞ്ഞ് കയ്യേറി 60 ഫീറ്റോളം സ്ഥലം ഇപ്പൊ അവര് കയ്യേറി കഴിഞ്ഞു. പക്ഷെ നമ്മൾ ഒരിക്കലും അത് വിട്ടുകൊടുക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെതായ നിയമപരമായ പോരാട്ടങ്ങൾ ഉറപ്പായിട്ട്, നിയമപരമായിട്ടോ അല്ലെങ്കിൽ കയ്യാങ്കളിയായിട്ടോ ഉറപ്പായിട്ട് നമ്മുടെ ഇന്ത്യൻ ആർമി അത് പിടിച്ചെടുത്തിരിക്കും. അത് ഉറപ്പാണ്. ഇന്ത്യ ആർമി പറഞ്ഞാൽ അത്രയും സ്ട്രെങ്ത് ആണ്, അത്രയും വെൽത്തും ആണ്. പറയുന്ന പബ്ജി എന്ന് പറയുന്ന ഈ ഒരു ഗെയിം, അതായത് ഒരിക്കലും അത് പൂർണ്ണമായി പോകത്തില്ല. ഇപ്പോ ഒരു ഫോണിൽ ഇപ്പൊ പബ്ജി ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സുഖമായി കളിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അല്ലാതെ അത് പൂർണ്ണമായി പോകത്തില്ല. പക്ഷെ അപ്ഡേഷൻ വരില്ല, അതിന്റെ അപ്ഡേഷൻ കാര്യങ്ങളൊന്നും വരില്ല. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ ടിക്ടോക്ക് പൂർണ്ണമായി പോയി. പക്ഷെ ടിക്ടോക്ക് ഉള്ള ഫോൺസിലൊക്കെ ഇപ്പോഴും ടിക്ടോക്ക് വരുന്നുണ്ട്. പക്ഷെ അതിന്റെ ഫർദർ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊന്നും ആ ഒരു ആപ്ലിക്കേഷനായിട്ട് സ്വന്തമായിട്ട് വരുത്തില്ല. അങ്ങനെ ഉണ്ടാകാം. പക്ഷെ പബ്ജി അഥവാ ഇന്നലെ കേട്ട ഉടനെ തന്നെ ചിലവർ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ കളഞ്ഞവരും ഒരിക്കലും ഒരു ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അത് 10 ദിവസം 15 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി ഒരു കൊറിയൻ വേർഷൻ ആയിട്ട് പബ്ജി റീ അപ്ലോഡ് ചെയ്തിരിക്കും, പ്ലേ സ്റ്റോറിൽ റീ അപ്ലോഡ് ചെയ്തിരിക്കും എന്ന് കൊറിയൻകാര്, അതായത് പബ്ജി കമ്പനിക്കാര് ഉറപ്പ് പറയുന്നുണ്ട്. ഈ ടെൻഷനായിട്ടുള്ള ഷെയർ മാറ്റി വേറെ കമ്പനിക്ക് ഷെയർ കൊടുക്കും എന്നൊക്കെയാണ് ഇപ്പോ റീസെന്റ് നമ്മൾ പബ്ജിയുമായി റിലേറ്റഡ് പെട്ട കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരിക്കലും പബ്ജി പൂർണ്ണമായി പോകത്തൊന്നുമില്ല. പബ്ജി എന്തായാലും ഒരു ന്യൂ വേർഷൻ ആയിട്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൻ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാനിടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ വിളിക്കുള്ളൂ. അപ്പോൾ ഇതേപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.